ലൈവിലേക്ക് സ്വാഗതം. കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങളിൽ പ്രതിഷേധിച്ച SFI മാർച്ച് വിവിധ ജില്ലകളിൽ പ്രതിഷേധം നടക്കുകയാണ്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ പ്രതിഷേധം തുടരുകയാണ്. കൊച്ചിയിൽ പോലീസ് ലാത്തിവീശി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, നമ്മുടെ തെരുവുകൾ സംഘർഷഭരിതമാണോ? ഡൽഹി സമരം കേരളത്തിലും പടരുകയാണ്, കേരളത്തിലും വ്യാപിക്കുകയാണ്. വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ സമരം ഏറ്റെടുക്കുകയാണ്. ഇന്ന് KSUവിൻ്റെയും ASFിൻ്റെയും വിദ്യാഭ്യാസ ബന്ധാണ്, സംസ്ഥാന വിദ്യാഭ്യാസ ബന്ധാണ്. SFI ഇന്ന് അവരുടെ അവകാശ പത്രികാ ദിനം ആചരിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി VD സതീശന് അവരുടെ അവകാശങ്ങൾ അവർ ആവശ്യപ്പെടുന്ന അവകാശങ്ങൾ നൽകിക്കൊണ്ട് വ്യക്തമായിക്കൊണ്ടൊരു കത്ത് പത്രിക കൈമാറിയിരുന്നു സെക്രട്ടേറിയറ്റിലെത്തി. അതിനുശേഷം എല്ലാ ജില്ലകളിലും എത്തി അവകാശ പത്രികാ ദിന മാർച്ച്, സമർപ്പണ മാർച്ച് നടത്താറുണ്ട്. പക്ഷേ ഇന്നത് തിരുവനന്തപുരത്ത് ലോക് ഭവൻ മാർച്ചാക്കി മാറ്റുകയായിരുന്നു. അവകാശ പത്രികയ്ക്കൊപ്പം തന്നെ ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം, അതിനൊപ്പം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് SFIയുടെ മാർച്ച് ഇവിടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പോയ ശേഷമാണ് പ്രവർത്തകർ സമരം സംഘർഷത്തിലേക്ക് നീങ്ങിയത്. മൂന്നാം തവണ ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. നൂറുകണക്കിന് SFI പ്രവർത്തകരുണ്ട്. അവർ പലതവണ സംഘടിച്ച് ഇവിടേക്ക് എത്തുന്നു, ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നു. അതിനെ തുടർന്നാണ് പോലീസ് 2 ജലപീരങ്കി വാഹനങ്ങളുണ്ട്, വരുന്നുണ്ട്. 2 വരുണിൽ നിന്നും തുടർച്ചയായ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ്. പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ഇതിനിടയിൽ പ്രവർത്തകർക്കിടയിൽ നിന്ന് പോലീസിന് നേരെ കല്ലേറുണ്ടായി. അതിശക്തമായ പ്രതിഷേധം. ഇവിടെ ലോക് ഭവൻ, ഇവിടെ നിന്ന് ലോക് ഭവൻ ഏതാണ്ട് 100 മീറ്ററുകൾക്ക് അപ്പുറത്ത് ലോക് ഭവനാണ്. അവിടേക്ക് ഈ പ്രവർത്തകർ എത്താതിരിക്കാനുള്ള വലിയ ജാഗ്രത, കരുതൽ പോലീസിന്റെ ഭാഗത്തുണ്ട്. വലിയ പോലീസ് സന്നാഹം, സിറ്റി പോലീസ് കമ്മീഷണർ അരുൾ B കൃഷ്ണൻ നേതൃത്വം വലിയ പോലീസ് സന്നാഹം ഇവിടെ ക്യാമ്പ് ചെയ്തു. വളരെ കൃത്യമായി തന്നെ സുരക്ഷാ പഴുതുകളെല്ലാം അടച്ചുകൊണ്ട് പ്രവർത്തകർ ഒരാൾ പോലും ഇവിടെ കടന്നു വരാൻ കഴിയാത്ത തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയത്. അതിന് മറികടന്ന് മുന്നോട്ട് പോകാനാണ് പ്രവർത്തകരുടെ ശ്രമം. ബാരിക്കേഡ് പല ലെയറായി ഇവിടെ കെട്ടി വച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എടുത്ത് കളയാൻ വലിയ ശ്രമം പ്രവർത്തകർ നടത്തുന്നുണ്ട്. അങ്ങനെ ആ ശ്രമം ശക്തമാകുമ്പോഴാണ് പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നത്. 3ാം റൗണ്ടിലാണ് പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം. പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ജലപീരങ്കി വരുമ്പോൾ ഒന്ന് പിന്മാറുകയും വീണ്ടും ഈ ബാരിക്കേഡിനടുത്തേക്ക് ഒരുമിച്ച് വന്ന് ബാരിക്കേഡ് എടുത്തു മാറ്റാൻ അതിശക്തമായി പോലീസ് വടമുപയോഗിച്ച് കെട്ടിനിർത്തിക്കുന്ന ബാരിക്കേഡ്. പക്ഷേ അതെടുത്തു മാറ്റാൻ വലിയ ഇപ്പോൾ വീണ്ടും ഈ പ്രവർത്തകർ ബാരിക്കേഡിനടുത്തേക്ക് എത്തുകയാണ്. ബാരിക്കേഡ് ഉയർത്തി മാറ്റാൻ ശ്രമിക്കുകയാണ്. പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും ഫലമുണ്ടാകുന്നില്ല. വീണ്ടും പോലീസ് നേരെ കമ്പും മറ്റും എറിയുന്നുണ്ട്, കൊടിക്കമ്പും മറ്റും എറിയുന്നുണ്ട്. വലിയ കല്ലുകൾ നേരത്തെ വലിച്ചെറിഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും ബാരിക്കേഡ് ഉയർത്തി ബാരിക്കേഡ് എടുത്തു മാറ്റി ഇപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് SFI പ്രവർത്തകർ നടത്തുന്നത്. പോലീസ് വലിയ പ്രതിരോധം തീർക്കുന്നുണ്ട്. പരമാവധി ശക്തിയിൽ പരമാവധി സംഘടിച്ച് പോലീസ് പ്രവർത്തകരുടെ ശ്രമം തടയാൻ ശ്രമിക്കുമ്പോൾ അതിന് മറുപടി എന്നോണം കൂടുതൽ പ്രവർത്തകർ, പെൺകുട്ടികളടക്കമുള്ള കൂടുതൽ പ്രവർത്തകർ സംഘടിച്ച് ബാരിക്കേഡ് ഉയർത്തി മാറ്റുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏതാണ്ട് അരമണിക്കൂറോളമാകുന്നു ഇവിടെ ഒരു സംഘർഷാത്മകമായ അന്തരീക്ഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ ബലാബലം. അക്ഷരാർത്ഥത്തിൽ പ്രതിരോധിക്കാൻ പോലീസ്, ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് പോകാൻ പ്രവർത്തകർ. എത്ര നേരം ഇതിങ്ങനെ തുടരുമെന്ന് വ്യക്തമല്ല. ഏതായാലും പ്രവർത്തകർ ബാരിക്കേഡ് ഇപ്പുറത്തേക്ക് വരാത്തോളം പോലീസിന്റെ ഭാഗത്തുനിന്ന് മറ്റു നടപടികൾ ഉണ്ടാകില്ല. ജലപീരങ്കിയിൽ മാത്രമാകും പോലീസ് പ്രതിരോധം തൽക്കാലത്തേക്ക് നിൽക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആരെങ്കിലും ബാരിക്കേഡ് ഭേദിച്ച് ഇപ്പത്തിൽ മാത്രമേ ലാത്തിവീശലടക്കമുള്ള നടപടികളിലേക്ക് പോലീസ്
കടക്കാൻ ഇടയുള്ളൂ. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ പിന്മാറുകയും വീണ്ടും സംഘടിച്ചെത്തി മുദ്രാവാക്യം മുഴക്കി ബാരിക്കേഡുകൾ ഇളക്കി മാറ്റാൻ പൊക്കി മാറ്റാനുമാണ് പ്രവർത്തകരുടെ ശ്രമം. ഏതാണ്ട് അരമണിക്കൂറോളമായി അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും അടക്കമുള്ള നേതാക്കൾ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. നേരത്തെ തന്നെ ഡൽഹിയിലേക്കും ഈ സമരം വ്യാപിപ്പിക്കും. SFI സമരം കേരളത്തിലുള്ള പ്രവർത്തകർ ഡൽഹിയിലേക്കും പോയി അവിടെ സമരം ചെയ്യുമെന്ന SFI നേതാക്കളുടെ അറിയിപ്പ് നേരത്തെ വന്നിരുന്നു. DYFI ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ മാനവീയം വീതിയിൽ സംഘടിക്കുകയാണ്. നൂറുകണക്കിന് യുവാക്കൾ യുവതികൾ ഇവിടേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. നാളെ SFIയും സമാനമായി മാനവീയം വീതിയിൽ ഇപ്പോഴില്ലെങ്കിൽ പിന്നീട് എപ്പോഴെന്ന ചോദ്യവുമായി കേന്ദ്ര സർക്കാരിനെതിരെ ജന്തർ മന്ദർ പ്രക്ഷോഭത്തിന് പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി ഒത്തുകൂടുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ എല്ലാ തലങ്ങളിലും എല്ലാ ജില്ലകളിലേക്കും ഈ പ്രതിഷേധം വ്യാപിക്കുകയാണ്. ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് പിന്തുണർപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളിലെ അതുപോലെ തന്നെ BJP ഒഴികെയുള്ള പ്രതിപക്ഷ പാർട്ടികളിലെയും അതുപോലെ കോൺഗ്രസിൻ്റെ ഘടകകക്ഷികളുടെയും ഒക്കെ പോഷക സംഘടനകളും ഒക്കെ സമരരംഗത്താണ്. KSUവിൻ്റെ വിദ്യാഭ്യാസ ബന്ധാണ് ഇപ്പോൾ വീണ്ടും ഈ ബാരിക്കേഡ് ഇളക്കി മാറ്റും. ബാരിക്കേഡ് വലിയ ഉയരത്തിലെടുത്തു മാറ്റുകയാണ് പ്രവർത്തകർ. പോലീസ് സർവ്വശക്തി ഉപയോഗിച്ച് അത് തടയുന്നുണ്ട്. എല്ലാ സംവിധാനവും ഉപയോഗിച്ച് അത് തടയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെ ശ്രമം ഫലം കാണുന്നില്ല. അതിശക്തമായി തന്നെ വടം ഉപയോഗിച്ചുകൊണ്ട് കെട്ടി നിർത്തിയിരിക്കുന്ന ബാരിക്കേഡാണ് പ്രവർത്തകർ താഴെ നിന്ന് പൊന്തിക്കുന്നത്. അത് മറികടന്നാൽ അവർക്ക് ഈ രോഗ്ഭവൻ ഭാഗത്തേക്ക് പോകാനാകും. പക്ഷേ അതിന് പോലീസ് ഒരു തരത്തിലും അനുവാദം നൽകില്ല. പോലീസ് ആ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അവരെല്ലാ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ചെറുക്കുകയാണ്. വലിയ ബലപ്രയോഗം നടക്കുന്നു, ബലാബലം നടക്കുന്നു. പ്രവർത്തകർ വീണ്ടും ഇപ്പോൾ ബാരിക്കേഡ് താഴെയിട്ട് പ്രതിഷേധ മുദ്രാവാക്യങ്ങളിലേക്ക് കടക്കുകയാണ്. പിന്തിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല. മറ്റു നടപടികളിലേക്ക് കടക്കാൻ പോലീസും ഇപ്പോൾ തീരുമാനമെടുത്തില്ല. DCP അടക്കമുള്ള ആളുകൾ ഈ സമരത്തിൻ്റെ നേരിടാൻ ഇപ്പോൾ മുൻപന്തിയിൽ തന്നെ ഉണ്ട്. സിറ്റി പോലീസ് കമ്മീഷൻ നേരത്തെ എത്തി ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരുന്നു. അങ്ങനെ അതിശക്തമായ പ്രതിഷേധം SFIയുടെ ഭാഗത്തുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതുപോലെ SFIയും KSUവും ASFും AYFും ഒക്കെ തെരുവിലാണ്. ജന്തർ മന്ദർ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യവുമായി അവിടെ വിദ്യാർത്ഥി സമരത്തെ കേന്ദ്ര സർക്കാർ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള സമരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ BJP ആകട്ടെ അതൊരു ദേശവിരുദ്ധ പ്രവർത്തനമാണ്, ദേശവ്യാപകമായ കലാപമുണ്ടാക്കാനാണ് കോൺഗ്രസിൻ്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ ശ്രമമെന്ന ആരോപണമാണ് BJP കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടന്ന മാർച്ചിന് പകരമെന്നോണം ഇന്നലെ KPC ആസ്ഥാനത്തേക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നയിച്ച ഒരു മാർച്ച്. സാധാരണഗതി അത്തരത്തിൽ പാർട്ടി ഓഫീസുകളിലേക്ക് ഒരു പ്രധാന നേതാവിൻ്റെ മുൻകൈയിൽ മാർച്ചുകൾ ഉണ്ടാകാറില്ല. പക്ഷേ ഇന്നലെ അതും BJP തെറ്റിച്ചു. ഇവിടെ KPC ആസ്ഥാനത്തേക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുത്തുകൊണ്ട് മാർച്ച് നടത്തി. അങ്ങനെ ഡൽഹിയിൽ നടക്കുന്ന സമരം കേരളത്തിലും വലിയ രാഷ്ട്രീയ വിഷയമായി മാറുകയാണ്. വലിയ സംഘർഷാത്മകമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കും. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. പ്രവർത്തകർ ഒരു 2 അടി പിന്മാറി ഇപ്പോൾ നിൽക്കുന്നു. ജലപീരങ്കി പ്രയോഗം അവസാനിച്ചാൽ അവർ വീണ്ടും മുന്നോട്ടെത്തും. അതാണ് കഴിഞ്ഞ കുറേ സമയമായി നമ്മൾ ഇവിടെ കാണുന്നത്. ഒരു തരത്തിലും പിന്തിരിയില്ല എന്ന പ്രവർത്തകരുടെ പിടിവാശി. ഒരാളെപ്പോലും ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാൻ അനുവദിക്കുന്ന പോലീസിൻ്റെ നിശ്ചയദാർഢ്യം, ഇത് രണ്ടുമാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഏറ്റുമുട്ടുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും കേരളത്തിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകൾ തെരുവിലിറങ്ങാൻ തന്നെയാണ് സാധ്യത. സംഘർഷാത്മകമായ അന്തരീക്ഷം കേരളത്തിലും ഉണ്ടാകും. ഇവിടെ ഭരണമുന്നണിയും പ്രതിപക്ഷവും ഒരുപോലെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നീക്കങ്ങളിൽ സജീവമാണ്. കേന്ദ്രത്തിന് പിന്തുണയുമായി BJPയുടെ സമരം നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇനിയും അത്തരം സമരങ്ങൾക്ക് സാധ്യതയുണ്ട്. ഏതായാലും ഡൽഹിയിൽ നടക്കുന്ന സമരം കേരളത്തിലും ഒരു സമരവേലിയേറ്റം സൃഷ്ടിക്കുന്നു. കേരളത്തിലും അത് വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നു. കേരളത്തിലും അത് വലിയ വിഷയമായി മാറുന്നു. അതിൻ്റെ അലയൊലികൾ കേരളത്തിലും ഉണ്ടാകുന്നു. പ്രവർത്തകർ വീണ്ടും കൂടുതൽ ശക്തിയോടുകൂടി സംഘടിച്ചുകൊണ്ട് SFI പ്രവർത്തകർ സംഘടിച്ചുകൊണ്ട് ബാരിക്കേഡുകൾ മറിച്ചിടാൻ, തള്ളിമാറ്റാൻ, എടുത്തുമാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോഴും തുടരുന്നത്. നവമി. അതെന്തായാലും ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൂടി തന്നെയാണ് SFIയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ വിവിധ ജില്ലകളിൽ വിവിധയിടങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത്, കൊച്ചി, അതോടൊപ്പം തന്നെ കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ ജില്ലകളിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം. SFI വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിക്കൊണ്ട് പോലീസിന് നേർക്കുനേർ നിന്നുകൊണ്ട്
പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിവിധ ജില്ലകളിൽ പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരത്ത് പല ആവർത്തി 3-4 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിൽ പോലും വിദ്യാർത്ഥികൾ ഒരു തവണ പോലും പിന്മാറാതെ ശക്തമായി ബാരിക്കേഡ് മറിച്ചിടുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒപ്പം കൊച്ചിയിലും പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. പക്ഷേ വിദ്യാർത്ഥികൾ പിന്മാറിയില്ല. വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം, മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് റോഡിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ കേരളത്തിൽ വിവിധ ഇടങ്ങളിലാണ് SFIയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ. എന്തായാലും ഇപ്പോൾ വിദ്യാർത്ഥികൾ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നു. പക്ഷേ ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറിയിട്ടില്ല. പോലീസിന് മുന്നിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ ഉള്ളത്. ഈ ജലപീരങ്കിയുടെ പ്രയോഗത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? എന്താണ് നിലവിലെ ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി? ഇപ്പോഴും പ്രവർത്തകർ പിന്മാറിയിട്ടില്ല. ബാരിക്കേഡ് അടുത്തു തന്നെ പ്രവർത്തകരുണ്ട്. ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമാണ്. പക്ഷേ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ഈ 5 റൗണ്ട് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷവും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറല്ല. സാധാരണഗതിയിൽ ഇത്തരം പ്രതിഷേധങ്ങൾ ആദ്യം തന്നെ ഉണ്ടാകുമ്പോൾ നേതാക്കളുടെ ഉദ്ഘാടന പ്രസംഗങ്ങൾ, പക്ഷേ ഇന്ന് സംഭവിച്ചത് മറിച്ചാണ്. പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയ ശേഷമാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റും പ്രസംഗിച്ച ശേഷമാണ് ഈ പ്രതിഷേധം തുടങ്ങിയത്. ഈ ബാരിക്കേഡിന് മുന്നിലുള്ള പ്രവർത്തകരുടെ പ്രതിഷേധം, ബാരിക്കേഡിന് മുന്നിലും മുകളിലുമൊക്കെയുള്ള പ്രതിഷേധം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ അവരിപ്പോഴും പിന്തിരിഞ്ഞു പോകാൻ തയ്യാറില്ല. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അവസാനം എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുമോ, അല്ലെങ്കിൽ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ മറ്റ് നടപടികളിലേക്ക്, കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുമോ എന്നാണ് ഇനി വ്യക്തമാകേണ്ടത്. ഏതായാലും ബാരിക്കേഡ് അപ്പുറവും ഇപ്പുറം ആയതുകൊണ്ട് തന്നെ ഉടനൊന്നും പോലീസ് അത്തരമൊരു കടുത്ത നടപടിയിലേക്ക് കടക്കാനിടയില്ല. പക്ഷേ ഇത് ഏതാണ്ട് അരമണിക്കൂറിലേറെയായി ഇപ്പോഴും അതേ രീതി തുടരുകയാണ്. പോലീസിൻ്റെ ജലപീരങ്കി മാറുമ്പോൾ വീണ്ടും ബാരിക്കേഡ് നടത്തത്തെത്തി പ്രവർത്തകർ ബലപ്രയോഗം നടത്തുന്നു. ഇപ്പോൾ വീണ്ടും ഒരു പ്രവർത്തകൻ മുകളിലേക്ക് കയറി വരാനുള്ള ശ്രമം നടത്തുക. SFIയുടെ നേതാവാണ്, സംസ്ഥാന നേതാവാണ്. അദ്ദേഹം ഈ ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകൻ കയറുകയാണ്. ഇപ്പുറത്തേക്ക് ചാടാനുള്ള ശ്രമമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വലിയ പോലീസ് സന്നാഹമുണ്ട്. അത്ര പെട്ടെന്നൊന്നും ആ പോലീസിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ആ പ്രവർത്തകൻ വീണ്ടും കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുകയാണ്. നേരത്തെ ഇങ്ങനെ കയറിയ പ്രവർത്തകരെയാണ് പോലീസ് താഴെ ഇറങ്ങാൻ നിർബന്ധിച്ച് ജലപീരങ്കിയിലൂടെയൊക്കെ പലരും താഴേക്ക് ഇറങ്ങിയത്. പക്ഷേ ഇപ്പോൾ പ്രവർത്തകർ കൂടുതൽ പേർ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് എത്തുകയാണ്. എന്താണ് അവരുടെ നീക്കമെന്ന് വ്യക്തമല്ല. ഒന്നുകിൽ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമമായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ നിന്നുള്ള പോലീസിനെതിരെയുള്ള പ്രതിഷേധമായിരിക്കാം. ഏതായാലും SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് വരികയാണ്. സഞ്ജീവ് അടക്കമുള്ളവർ ബാരിക്കേഡിന് മുകളിലേക്ക് എത്തി പ്രതിഷേധിക്കുകയാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ, SFIയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരെല്ലാം ഈ ബാരിക്കേഡിന് മുകളിലെത്തി പ്രതിഷേധിക്കാൻ തയ്യാറെടുക്കുകയാണ്. അവർ ഇതിനിപ്പുറത്തേക്ക് വരുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. ഏതായാലും സമരത്തിൽ നിന്ന് പിന്മാറ്റമില്ല. സമരം തുടരുകയാണ്. എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ബാരിക്കേഡിന് മുകളിലേക്ക് എത്തി നരേന്ദ്രമോദിക്കെതിരെയുള്ള ബോർഡ് പ്രദർശിപ്പിക്കുകയാണ്. നരേന്ദ്രമോദി വിമർശിച്ചുകൊണ്ടുള്ള ബോർഡ് പ്രദർശിപ്പിക്കുകയാണ്. സമരം ഒരുപക്ഷേ ഒരു അവസാന ഘട്ടത്തിൽ നീങ്ങുന്നതിൻ്റെ സൂചന ഇതിനെ കാണണം. SFI നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ ബാരിക്കേഡിന് മുകളിൽ കയറുന്നുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെയുള്ള പ്ലക്കാർഡ് പ്രദർശിപ്പിക്കുകയാണ്. മോദിയെ വിമർശിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡ് പ്രദർശിപ്പിക്കുകയാണ്. ആ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുന്നതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ബാരിക്കേഡിന് മുകളിൽ കയറി നരേന്ദ്രമോദിക്കെതിരെയുള്ള വിമർശനമടങ്ങിയ, മോദിയെ വിമർശിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡ് പ്രദർശിപ്പിക്കുകയാണ് SFI നേതാക്കൾ, SFI നേതൃത്വം. നേതാക്കൾ തന്നെ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി പ്രതിഷേധം ശക്തമായ സമരം തുടരുമെന്ന മുന്നറിയിപ്പ്. പ്രവർത്തകർ ഓരോരുത്തരായി കൂടുതൽ പേർ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് എത്തുന്നത് നമുക്ക് കാണാം. ഒരു തരത്തിലും പിന്മാറാനുള്ള സൂചനകൾ പ്രവർത്തകർ നൽകുന്നില്ല. അവർ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സൂചനയാണ് പോലീസിലും നൽകുന്നത്. ഏതായാലും ഇതുവരെയും പ്രതിഷേധക്കാർ പിന്മാറാനുള്ള ഒരു സൂചനകളും നൽകുന്നില്ല. മോദിക്കെതിരെയുള്ള പ്ലക്കാർഡാണ് പ്രവർത്തകർ ഇപ്പോൾ കയ്യിൽ കരുതിയിരിക്കുന്നത്. മോദിക്കെതിരെയുള്ള പ്രതിഷേധമാണ് ആ പ്ലക്കാർഡുകളിൽ ഉള്ളത്.
സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ SFIയുടെ പ്രതിഷേധം, അതിശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരത്ത് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടത്തുന്നത്. കൊച്ചിയിൽ പോലീസ് പ്രവർത്തകർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകരാരും തന്നെ പിന്മാറുന്നില്ല. പോലീസ് പല സമയങ്ങളിലായി ജലപീരങ്കി പ്രയോഗിച്ചെങ്കിൽ പോലും പ്രവർത്തകർ പിന്മാറാതെ തെരുവിൽ തന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തുടരുകയാണ്. എന്തായാലും തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് SFIയുടെ പ്രതിഷേധം പുരോഗമിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ നെന്മണിക്കര മാടവാക്കരയിൽ തനിച്ചു താമസിക്കുന്ന വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. പൊലിയോടത്ത് പറമ്പിൽ കൃഷ്ണനാണ് മരിച്ചത്. കൃഷ്ണനെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ മകൻ രാധാകൃഷ്ണൻ അറസ്റ്റിലായി. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ കൃഷ്ണനാണ് ജീവനാംശം നൽകാൻ കോടതി ഉത്തരവിട്ടിരുന്നു. ഇതേ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ജനിപ്പിച്ച പിതാവിനെ തന്നെ മകൻ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. എന്താണ് പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ? നവമി, ഇദ്ദേഹം മരിച്ചത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയാമായിരുന്നില്ല. അതേസമയം കൃഷ്ണൻ മരിച്ച ശേഷം പോലീസ് ബന്ധുക്കളെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. അതേ തുടർന്നാണ് മകൻ രാധാകൃഷ്ണനുമായി ജീവനാംശത്തിന്റെ പേരിൽ രാധാകൃഷ്ണനെതിരെ ഈ മരിച്ച കൃഷ്ണൻ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി വിധിയുണ്ടായിരുന്നു. കൃഷ്ണന് അനുകൂലമായ കോടതി വിധിയുണ്ടായിരുന്നു. തുടർന്ന് രാധാകൃഷ്ണൻ കൃഷ്ണൻ തമ്മിൽ സ്വരച്ചേർച്ചയില്ലായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് രാധാകൃഷ്ണൻ കുറ്റം സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും മറ്റൊരു മകൻ വെച്ചിരുന്ന വീട്ടിൽ ഇദ്ദേഹം തനിച്ചായിരുന്നു, ഈ കൃഷ്ണൻ തനിച്ചായിരുന്നു താമസിച്ചു വന്നിരുന്നത്. തൊട്ടടുത്ത വീട്ടിൽ ആണ് രാധാകൃഷ്ണൻ താമസിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് ജീവനാംശം നൽകിയിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ സ്വത്തുവകകൾ, ഭൂമിയൊക്കെ ഈ രാധാകൃഷ്ണൻ എഴുതി കൊടുത്തിരുന്നെങ്കിലും ജീവനാംശം നൽകിയിരുന്നില്ല എന്നുള്ളതായിരുന്നു പരാതി. ആ ജീവനാംശം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതും അത് കൃഷ്ണൻ അനുകൂലമായി വിധി സമ്പാദിച്ചതുമാണ് രാധാകൃഷ്ണൻ വൈരാഗ്യത്തിന് കാരണമുണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇദ്ദേഹം വീട്ടിൽ കട്ടിലിനോട് ചേർന്ന്, ചുമരിനോട് ചേർന്ന് ഇരിക്കുകയായിരുന്നു. ഇരുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചെവിക്ക് മുകളിൽ, ഇടത് ചെവിക്ക് മുകളിലൊരു ആഴത്തിലുള്ള മുറിവ് കണ്ടെത്തിയിട്ടുണ്ട്. അത് ചുറ്റിയെ കൊണ്ട് അടിച്ചതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഒരു വലിയ ആക്രമണം ഉണ്ടാക്കിയാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ വീട് പരിശോധിച്ച ശേഷം, അതായത് മറ്റൊരു മകന്റെ വീട്ടിലായിരുന്നു ഈ കൃഷ്ണൻ താമസിച്ചു വന്നിരുന്നത്. 2-3 ദിവസമായി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിനെ തുടർന്നാണ് മകൻ അയലത്തുകാരെ വിളിച്ചറിയിച്ചത്. തുടർന്ന് അവരെത്തി വീട് തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. അതേ തുടർന്ന് പിന്നീട് ഈ 3 ദിവസത്തോളം അദ്ദേഹം കൃഷ്ണന്റെ മൃതദേഹം ആ വീട്ടിനുള്ളിൽ കിടന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാണ് കൃഷ്ണന്റെ മൃതദേഹം സംസ്കരിച്ചതും. പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത് കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടായത്. എന്തായാലും ഇടത് ചെവിക്ക് മുകളിലുള്ള ആഴത്തിലുള്ള മുറിവ് ആദ്യ പ്രഥമ ദൃഷ്ട്യാ തന്നെ പോലീസിന് കൊലപാതകമാണെന്ന് വ്യക്തമായിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ച ശേഷമാണ് ബന്ധുക്കളെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചത്. ബന്ധുക്കളെ വിളിപ്പിച്ച സമയത്താണ് ഈ രാധാകൃഷ്ണനുമായി കൃഷ്ണൻ സ്വരച്ചേർച്ചയില്ലാതെ തെറ്റി താമസിക്കുകയായിരുന്നുവെന്നും ഈ ജീവനാംശത്തിന്റെ പേരിൽ ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാകുന്നു. തുടർന്ന് രാധാകൃഷ്ണനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ കൃഷ്ണനെ കൊലപ്പെടുത്തിയത് താനാണ് എന്നുള്ള കാര്യം രാധാകൃഷ്ണൻ വ്യക്തമാക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്. എന്തായാലും രാധാകൃഷ്ണന്റെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 52 വയസ്സാണ് രാധാകൃഷ്ണനുള്ളത്. മരിച്ച കൃഷ്ണന് 89 വയസ്സുമായിരുന്നു ഉണ്ടായിരുന്നത്. ജീവനാംശത്തിന്റെ പേരിൽ ഉണ്ടായ തർക്കമാണ് ഈ പിതാവിനെ കൊലപ്പെടുത്താനുള്ള ശ്രമം, കൊലപ്പെടുത്തിയ സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. ഇത് മറ്റൊരു മകന്റെ വീട്ടിൽ നടന്ന സംഭവമായിരുന്നു. വീട് പൂട്ടിയിട്ടിരുന്ന നിലയിലാണ് കണ്ടെത്തിയത്. പക്ഷേ പോലീസ് അകത്ത് കയറി പരിശോധിച്ചപ്പോഴും നാട്ടുകാർ അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് കൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തിയത്. മുകളിലത്തെ നിലയുടെ 2ാം നിലയുടെ വാതിൽ തുറന്നു കിടക്കുന്ന സാഹചര്യം കണ്ടത്. തുടർന്നാണ് ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം പോലീസ് നടത്തിയത്. നവമി, ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. തൃശൂരാണ് സ്വന്തം പിതാവിനെ മകൻ സ്വത്തിന്റെ പേരിൽ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. കൈക്കൊണ്ടിരിക്കുന്നത് ആധാർ വിവരങ്ങളുമായി പൂർണ്ണമായി പൊരുത്തപ്പെട്ട
ഫേസ്ബുക്ക് ലൈവ് തുടരുന്നു. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്ക് വൻ വിജയം. 2012 അതിക്രൂരമായി കൊല്ലപ്പെട്ട സൗജന്യ കേസ് പുനഃപരിശോധിക്കുന്നതിന് സുപ്രീം കോടതിയുടെ അനുമതി. ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാറും സഞ്ജീവ് സച്ദേവും ഉൾപ്പെടെ ഡിവിഷൻ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച അനുമതി നൽകിയത്. സിബിഐ അന്വേഷിച്ച് തള്ളിയ കേസിൽ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ആക്ഷൻ കമ്മിറ്റിക്ക് നീതി ലഭിക്കുന്നത്. വാദം കേൾക്കുന്നതിനിടയിൽ സിബിഐ അന്വേഷണത്തെ കോടതി രൂക്ഷമായി വിമർശിച്ചു. കേസിൽ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നും കോടതി ചോദിച്ചു. അതേസമയം ഏത് ഏജൻസിക്കായാലും പുനരന്വേഷണ ചുമതല എന്ന കാര്യത്തിൽ കോടതി തീരുമാനം പുറത്തുവന്നിട്ടില്ല. നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ചില കർണാടക പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഹർജിക്കാരിയായ സൗജന്യയുടെ അമ്മ കുസുമാവതി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്നും KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, നീണ്ട ഒരു നിയമ പോരാട്ടം, അതിനൊടുവിൽ ആക്ഷൻ കമ്മിറ്റിക്കും അതോടൊപ്പം തന്നെ സൗജന്യയ്ക്കും നീതി ലഭിച്ചു അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും നവമി. കാരണം ഈ കേസിൽ നിരന്തര പോരാട്ടത്തിലാണ് ആക്ഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ ഈ കുടുംബവും. ഒരുപക്ഷെ ധർമ്മസ്ഥലയിൽ ഉയർന്നു വന്ന കൂട്ടക്കൊലപാതക പരമ്പര ഇതെല്ലാം ഒരു സൗജന്യ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധത്തെ തുടർന്ന് ഉണ്ടായതാണ്. ഏതായാലും ഈ സൗജന്യ ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ, അതായത് ആയിരക്കണക്കിന് ആളുകൾ ചേർന്നതാണ്. അവരുടെ വർഷങ്ങളായുള്ള നിയമ പോരാട്ടത്തിനാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. കേസ് ലോക്കൽ പോലീസ് അന്വേഷിച്ചു, പിന്നീട് CID അന്വേഷിച്ചു, പിന്നീട് CBI അന്വേഷിച്ചു. 3 ഏജൻസികൾ അന്വേഷിച്ചിട്ടും കുടുംബത്തിന് തൃപ്തികരമായ രീതിയിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനം, ഏറ്റവും ഒടുവിൽ നടന്ന CBI അന്വേഷണം തന്നെയാണ്. CBI അന്വേഷണത്തിൽ സന്തോഷ് റായ് എന്ന് പറയുന്ന ഒരു പ്രതിയെ പിടികൂടിയിരുന്നെങ്കിലും 6 വർഷം ഇയാൾ ജയിലിൽ കഴിഞ്ഞതിന് ശേഷം തെളിവുകളുടെ അഭാവത്തിൽ ഇയാളെ കേസിൽ നിന്നും കുറ്റവിമുക്തരാക്കുന്ന സാഹചര്യമാണുണ്ടായത്. തുടക്കത്തിൽ തന്നെ ഇയാളല്ല പ്രതി, അതായത് 3-ലധികം ആളുകൾ ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കി കൊല ചെയ്യപ്പെടുത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ഉണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നിട്ടും ഇത്തരത്തിൽ ഒരു ആളെ മാത്രം ഇതിൽ പ്രതി ചേർക്കുകയും പിന്നീട് ഇയാളെ കുറ്റവിമുക്തനാക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതിൽ യഥാർത്ഥ കുറ്റവാളികൾ ധർമ്മസ്ഥലയിൽ തന്നെ ഉണ്ട്. അവർ ആരൊക്കെയാണെന്നത് സംബന്ധിച്ച് കുടുംബമൊക്കെ നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. അങ്ങനെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണം, പിടികൂട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് വലിയ തോതിലുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ തന്നെ രൂപപ്പെട്ടതും അതിനുശേഷമാണ് ധർമ്മസ്ഥലയിൽ വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നത്. ഏതായാലും ഈ കേസിൽ ഇപ്പോൾ പുനരന്വേഷണത്തിന് സുപ്രീം കോടതി അനുമതിയായിരിക്കുന്നു. ഇനി ഏത് ഏജൻസി, അതായത് CBI ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തില്ല എന്ന് കോടതി ഉറപ്പിച്ച് പറയുന്നുണ്ട്. കാരണം CBI അന്വേഷണത്തെ രൂക്ഷമായാണ് വിമർശിച്ചത്. ആരെ സംരക്ഷിക്കാനാണ് CBI ശ്രമിക്കുന്നത് എന്ന് ഉൾപ്പെടെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ സംഭവ സ്ഥലത്ത്. അതായത് ഈ 2012 ഒക്ടോബർ 9 സൗജന്യ കോളേജിൽ നിന്നും മടങ്ങി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോവുകയും കുറ്റിക്കാട്ടിൽ വെച്ച് അതിക്രൂരമായി ബലാത്സംഗത്തിനിരയാവുകയായിരുന്നു. പിന്നീട് പിറ്റേ ദിവസമാണ് കോളേജ് യൂണിഫോമിൽ ഇത്തരത്തിൽ സൗജന്യ കണ്ടെത്തുന്നതും അതിനുശേഷമാണ് ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കുടുംബം നിരന്തര പോരാട്ടത്തിലാണ്. ധർമ്മസ്ഥലയിലുള്ള വലിയ തോതിലുള്ള ആളുകൾ ഇതിന്റെ ഒരു പോരാട്ടത്തിലാണ്. അങ്ങനെയുള്ള ഒരു പോരാട്ടത്തിന്റെ വിജയമാണിപ്പോൾ ഈ കേസ് പുനരന്വേഷണത്തിനായി ഇപ്പോൾ കോടതി അനുമതിയായിരിക്കുന്നത്. എന്തായാലും കർണാടകയിലെ നേരത്തെ ഈ ധർമ്മസ്ഥല കൊലപാതക കേസിൽ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചില ആളുകൾ ഇത്തരത്തിൽ ഒരു SITയുടെ സംഘത്തിലുള്ള ആളുകളെ കൊണ്ട് അന്വേഷിപ്പിക്കുന്ന ഒരു ആവശ്യം അമ്മ കുസുമാവതി ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം റിട്ടയർഡ് ജഡ്ജിമാര്, സുപ്രീം കോടതി ജഡ്ജിമാര് ഇതിന് തലപ്പത്തുണ്ടാകണം എന്നൊരാവശ്യം ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും CBI അന്വേഷണം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഇതിൽ ഒരു അന്തിമ ഉത്തരവ് ഇതുവരെ വന്നിട്ടില്ല. വാക്കാലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അനുമതി ആയത്. ഏത് രീതിയിലുള്ള അന്വേഷണം, ആരെ കൊണ്ട് അന്വേഷിപ്പിക്കും എന്നൊക്കെ കാര്യത്തിൽ വൈകാതെ തന്നെ സുപ്രീം കോടതിയിൽ നിന്നുള്ള ഉത്തരവ് വന്നേക്കാം. ഏതായാലും നിലവിൽ ഇതിൽ പുനരന്വേഷണം എന്ന കാര്യത്തിൽ കോടതി ഇപ്പോൾ അനുമതിയായിരിക്കുന്നു. സംസ്ഥാന സർക്കാരോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു കേസിൽ അന്വേഷണം നടക്കുന്നതോടുകൂടി ധർമ്മസ്ഥലയിൽ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി നടക്കുന്ന അല്ലെങ്കിൽ നടന്നു എന്ന് പറയപ്പെടുന്ന കൊലപാതകങ്ങൾ, ആ കൊലപാതകങ്ങളിലെല്ലാം ഉത്തരം കിട്ടിയേക്കാം. കാരണം അതിലും ഉൾപ്പെട്ട ആളുകൾ തന്നെയാണ് സൗജന്യ തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കി കൊല ചെയ്യപ്പെട്ട സംഘത്തിലുമുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം പുറത്തു വരും എന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി പ്രതീക്ഷിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഈ നടപടിയിൽ സന്തോഷമുണ്ടെന്നും സ്വാഗതം ചെയ്യുന്നുവെന്നും ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ
സുപ്രീം കോടതി ഇങ്ങനെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി പ്രഖ്യാപിക്കുമ്പോൾ നമ്മളെല്ലാവരും ആശങ്കയോടുകൂടി അല്ലെങ്കിൽ വളരെയേറെ ദുരൂഹതയോടുകൂടി നോക്കിക്കണ്ടതായിരുന്നു ധർമ്മസ്ഥലയിലെ ഒരുപാട് ദുരൂഹമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഈ കൊലപാതകം അടക്കമുള്ളവ. ഇനിയിപ്പോൾ ഇതിന്റെ ഒരു സത്യാവസ്ഥ മറനീക്കി പുറത്തു വരണമെങ്കിൽ അതിനി ആ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലാണ്. അത് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിൽ ഒരു സത്യം എന്താണെന്ന് പുറത്തു വരാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരിലൊന്നും വിശ്വാസമില്ല എന്ന് കുടുംബം പറയുന്ന സാഹചര്യം, പ്രതികളെ സംരക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പരാമർശം പോലും സുപ്രീം കോടതി നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി ആരായിരിക്കും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരായി എത്തുക? പ്രത്യേകിച്ച് ഈ SIT-യിൽ തന്നെയുള്ള ഈ നിലവിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള അന്വേഷണം, ചില നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ പുതിയ ഒരു ടീമിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഒപ്പം ഇനി ആർക്കായിരിക്കും ഈ ഒരു അന്വേഷണ ചുമതല എന്നത് എപ്പോഴായിരിക്കും അറിയാൻ കഴിയുക? വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പ്രധാനമായും SIT-യുടെ തലവനായിട്ടുണ്ടായിരുന്ന കർണാടക DGP പ്രണവ് മോഹന്തി ഉൾപ്പെടെ വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്, കുടുംബം ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ ചില സത്യസന്ധരായ ഉദ്യോഗസ്ഥരുണ്ട്, അവരെ കൂടി ഉൾപ്പെടുത്തണം. അതായത് നിലവിൽ ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന സംഘം, അതേ സംഘം തന്നെ ഈ ഒരു കേസ് കൂടി അന്വേഷിച്ചാൽ ഒരു വർഷമായി ഈ ഒരു സംഘം ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ധർമ്മസ്ഥല കേസിൽ അന്തിമ കുറ്റപത്രം ബൽത്തങ്ങാടി കോടതിയിൽ സമർപ്പിച്ചത്. 7000 പേജുകളുള്ള ആ കുറ്റപത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ SIT-യുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ബംഗളഗുഡയിൽ നിന്നും ലഭിച്ച മനുഷ്യ തലയോട്ടി, അതോടൊപ്പം അസ്ഥികൂടങ്ങൾ, ഇത് കൊലപാതകം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്ന തരത്തിലൊക്കെ ആ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ ആ ഒരു സംഘം തന്നെ അന്വേഷിക്കുമ്പോൾ ഒരുപക്ഷെ വളരെ വേഗത്തിൽ പ്രതികളിലേക്ക് എത്താൻ സാധിക്കും. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നവമി, ഇപ്പോൾ ഇതിൽ സാക്ഷികളുണ്ട്. ആ സാക്ഷികളുടെ ജീവനി ഭീഷണിയുണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് സുപ്രീം കോടതി അവർക്ക് സുരക്ഷ നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് സൗജന്യ കൊലപാതക കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികൾ, ഈ കൊലപാതകം നടത്തുന്നത് കണ്ടു, സൗജന്യയെ തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടു എന്ന് പറയുന്ന സാക്ഷികൾ, അവർക്ക് കൃത്യമായി പോലീസ് സുരക്ഷ നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അതോടൊപ്പം കുടുംബത്തിനും വലിയ തോതിലുള്ള ഭീഷണിയുണ്ട്. നമ്മൾ കണ്ടതാണ്, നമ്മൾ ആ സമയത്തൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ ഇവരുടെ വീടിന് നേരെ അക്രമം, അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിനും ഇത്തരത്തിലുള്ള സംരക്ഷണം നൽകാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഏതായാലും ആരായിരിക്കും ഈ ഒരു അന്വേഷണ ചുമതല, അതാണ് ഏറ്റവും പ്രധാനം. അത് സുപ്രീം കോടതി തീരുമാനിക്കുക. ഒരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റിട്ടയർഡ് ജഡ്ജിമാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇതിൽ മേൽനോട്ടം വഹിക്കും. അതോടൊപ്പം കർണാടക DGP ഉൾപ്പെടുന്ന നിലവിലെ SIT സംഘം, ഇപ്പോൾ SIT സംഘം പൂർണ്ണമായും അവരുടെ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ആ സംഘം തന്നെ വീണ്ടും ഈ ഒരു കേസ് അന്വേഷണത്തിൽ വരുമ്പോൾ അവർക്ക് ഈ ഒരു അന്വേഷണത്തിന്റെ ചുമതലയിലേക്ക് വരുമ്പോൾ ഒരു വർഷത്തോളമായി ഇതിന്റെ അന്വേഷണമായി ഇവർ ഈ ധർമ്മസ്ഥലയിലുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഈ സംഘത്തിന് അറിയാം. അതിൽ വളരെ വിശ്വസ്തരായ അല്ലെങ്കിൽ ആക്ഷൻ കമ്മിറ്റിക്ക് സ്വീകാര്യത ഉള്ള ആളുകൾ അതിലുണ്ട്. ആ സംഘത്തെ വെച്ച് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ്. അതിൽ അവർ കൂടി ഉൾപ്പെടുത്തിയായിരിക്കുമ്പോൾ സുപ്രീം കോടതി ഒരു തീരുമാനമെടുക്കുക. ഏതായാലും ഈ അടുത്ത മാസത്തോടു കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇതിലൊരു തീരുമാനമുണ്ടാകും. അതോടുകൂടി സൗജന്യ കൊലപാതക കേസിൽ വീണ്ടും 14 വർഷത്തിന് ശേഷം അന്വേഷണം നടക്കും. അതോടൊപ്പം ഇതിൽ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് കുടുംബമുള്ളത്. നവമി. അതെ, അങ്ങനെ തന്നെയാണ് KV ബൈജു. 2012 കൊല്ലപ്പെട്ട സൗജന്യയുടെ കൊലപാതകത്തിൽ പുനരന്വേഷണത്തിന് സുപ്രീം കോടതി ഉത്തരവിടുമ്പോൾ അവിടെ മറനീക്കി പുറത്തു വരാനുള്ളത് ധർമ്മസ്ഥലയിലെ ഒളിഞ്ഞുകിടക്കുന്ന ദുരൂഹതകൾക്ക് കൂടിയായിരിക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കാസർഗോഡ് നിന്നും KV ബൈജു. പാലക്കാട് ഷൊർണൂരിൽ വയോധികനെ ആക്രമിച്ച് പണവും മൊബൈൽ ഫോണും കവർന്നു. 75-കാരനായ ബേബി അഗസ്റ്റിനാണ് മർദ്ദനമേറ്റത്. മൊബൈൽ പാസ്വേഡ് നൽകിയില്ലെങ്കിൽ കിണറ്റിൽ തള്ളിയിടുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു ആക്രമണം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. പാലക്കാട് നിന്നും M വിഷ്ണു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, ആരാണ് ഇവരെ ആക്രമിച്ചത്? എന്താണ് പോലീസിൽ നിന്നും ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ? പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? നവമി, ഇന്നലെ ഉച്ചയോടുകൂടിയാണ്, ഉച്ചയ്ക്ക് 1:30-ക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഷൊർണൂർ സ്വദേശി ബേബി അഗസ്റ്റിൻ എന്ന 75-കാരൻ ഈ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് വീട്ടിലേക്കുള്ള റെയിലിൽ കിടന്നാണ് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലേക്ക് പോകും വഴി യുവാവായ അജ്ഞാതൻ പുറകെ ഓടിയെത്തി ഇയാളെ ആക്രമിക്കുകയും
കയ്യിലുണ്ടായിരുന്ന സ്മാർട്ട് ഫോണും പണവും കവരുകയായിരുന്നു. സ്മാർട്ട് ഫോണിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കാൻ പറയുകയും വയോധികൻ വിസമ്മതിക്കുകയും ചെയ്തപ്പോൾ കിണറിൽ തള്ളിയിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് സംഭവങ്ങൾ ഉണ്ടായത്. തുടർന്ന് വയോധികൻ ബഹളം വെച്ചപ്പോൾ സമീപത്ത് റെയിൽവേ ജീവനക്കാരനോ ട്രാക്മാൻമാരുണ്ടായിരുന്നു. അവരോടിയെത്തിയാണ് രക്ഷപ്പെടുത്തിയത്. അപ്പോഴേക്കും അജ്ഞാതൻ ഓടി രക്ഷപ്പെട്ടിരുന്നു. സംഭവത്തിൽ ഇദ്ദേഹത്തിന്റെ വയോധികന്റെ പരാതിയിൽ ഷൊർണൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ അക്രമം നടക്കുന്ന കുറച്ച് മുൻപ് വരെയുള്ള CCTV ദൃശ്യങ്ങൾ, കുറച്ച് അകലെയുള്ള CCTV ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഈ അക്രമം നടന്ന സ്ഥലത്ത് ഒരു CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല. എങ്കിലും ഈ അജ്ഞാതൻ കടന്നു കളയാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലെയൊക്കെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട്. ആളുകളെ കണ്ട് തെളിവെടുപ്പ് നടത്തി അന്വേഷിച്ചു വരുന്നുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. എങ്കിലും ഇപ്പോൾ ഈ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇയാളെ കുറിച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമുള്ള വിവരങ്ങളാണ് പോലീസിന് ലഭിക്കുന്നത്. ശരി, പാലക്കാട് നിന്നും വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്. വയോധികനെ ആക്രമിച്ചാണ് മൊബൈൽ ഫോൺ തട്ടിയെടുത്തത്. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഡോക്ടർ റാമിന്റെ അറസ്റ്റിൽ വീഴ്ച സംബന്ധിച്ച് പ്രോസിക്യൂഷൻ. എന്തുകൊണ്ട് ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് സുപ്രീം കോടതി മാനദണ്ഡം പാലിച്ചില്ലെന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുധീർ കല്ലനോട് കോടതി ചോദിച്ചു. അറസ്റ്റിന്റെ കാരണം പ്രതിയെ വാക്കാൽ ബോധ്യപ്പെടുത്തിയെന്നായിരുന്നു ഡിവൈഎസ്പിയുടെ മറുപടി. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ഡിവൈഎസ്പി സുധീർ കല്ലനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യേണ്ടി വരുമെന്നും കോടതി പറഞ്ഞു. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്നും KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നതിൽ തീരുമാനം 3 മണിക്ക് ശേഷം വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അറസ്റ്റ് ചെയ്യുന്നതിൽ എതിർപ്പില്ല എന്ന് തന്നെയല്ലേ പ്രതിഭാഗം കോടതിയെ അറിയിച്ചിരിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നവമി. പ്രതിഭാഗം പ്രധാനമായും പറഞ്ഞത് അറസ്റ്റ് ചെയ്യുന്നതിൽ അവർക്ക് എതിർപ്പില്ല എന്നാണ്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഈ ഡിവൈഎസ്പി, ആദ്യം അറസ്റ്റ് ചെയ്ത ഡിവൈഎസ്പിയെ കോടതി നേരിട്ട് കാണണം എന്ന ഒരു ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പിന്നീട് ഈ ഡിവൈഎസ്പി ഹാജരായത്. ഡിവൈഎസ്പിയുടെ ഭാഗത്തുനിന്നും വലിയ വീഴ്ച ആദ്യത്തെ അറസ്റ്റിൽ ഉണ്ടായിരിക്കുന്നു. അതായത് സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കോടതി വിട്ടയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടാണ് പുതിയ അന്വേഷണ സംഘം തലശ്ശേരി SC/ST പ്രത്യേക കോടതിയിൽ ഇത്തരത്തിൽ ഹർജി സമർപ്പിച്ചത്. ആ ഹർജി സമർപ്പിക്കുമ്പോഴാണ് കോടതി ഈ ഓഫീസറെ, ഡിവൈഎസ്പി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയത്. ഏതായാലും ഇദ്ദേഹം നൽകിയ വിശദീകരണം ഇംഗ്ലീഷിലും മലയാളത്തിലും വാക്കാൽ ഇത്തരത്തിൽ അറിയിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ അത് അങ്ങനെയല്ല. വാക്കാൽ അറിയിച്ചാൽ പോരാ, നേരിട്ട് എഴുതി നൽകിയതിനു ശേഷം മാത്രമേ, ഇത്തരത്തിൽ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ അറസ്റ്റ് പാടുള്ളൂ എന്ന് സുപ്രീം കോടതി ഉത്തരവ് അറിയില്ലേ എന്ന് ചോദിച്ചു. ഏതായാലും ഈ കാര്യത്തിൽ ഈ ഉദ്യോഗസ്ഥരെതിരെ നടപടി എടുക്കണമോ വേണ്ടോ എന്നത് സംബന്ധിച്ച് ഹൈക്കോടതിയാണ് ഒരു തീരുമാനമെടുക്കേണ്ടത്. അതിന്മേലുള്ള ശുപാർശ അത് ഏത് രീതിയിലായിരിക്കുമെന്നത് ഈ കോടതി തീരുമാനിക്കും. ഏതായാലും 3 മണിക്ക് ഇത് സംബന്ധിച്ച് ഒരു റാമിനെ അറസ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് കോടതി ഉത്തരവുണ്ടാകും. എന്തായാലും ഈ പ്രതിഭാഗം അഭിഭാഷകൻ കൂടി ഇത്തരത്തിൽ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ റാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി കോടതി നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റാമിനെ അറസ്റ്റ് ചെയ്യും. ഈ കേസിൽ 101 ദിവസം കഴിഞ്ഞാണ് കുടകിൽ നിന്നും റാമിനെ പിടികൂടുന്നത്. പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിവൈഎസ്പി ഈ സുധീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ തിടുക്കത്തിൽ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. ഇതിനെതിരെ ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. കാരണം പ്രതിയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉള്ളതായി കോടതി പറഞ്ഞു. അതോടൊപ്പം പണത്തിനും ഇതേ പരുന്തും പറക്കില്ല, അത്തരത്തിലുള്ള വളരെ കടുത്ത പ്രയോഗം കോടതിക്ക് നടത്തേണ്ടി വന്നു. ഇത് തുടക്കത്തിൽ തന്നെ പോലീസിനെതിരെ വലിയ വിമർശനം ഉയർന്ന ഒരു കേസാണ്. ഏതായാലും നിലവിൽ മലപ്പുറം ക്രൈംബ്രാഞ്ച് IG ഹേമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. ഇന്നലെയാണ് ഈ സംഘം ചുമതലയേറ്റത്. ഏതായാലും കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഘം ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഇനി ഒരു വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ നാണക്കേട് ആഭ്യന്തര വകുപ്പിനുണ്ടാവും. ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ വലിയ നാണക്കേടുള്ള ഓരോ സംഭവങ്ങളാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. റാമിനെ അറസ്റ്റ് ചെയ്യാൻ വൈകിയിരിക്കുന്നു. അതോടൊപ്പം കോടതിയിൽ ഹാജരാക്കി 1 ദിവസം പോലും ഇയാളെ ജയിലിലിടാൻ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കോടതി വെറുതെ വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഇപ്പോൾ 3 മണിക്ക് ഇത് സംബന്ധിച്ച് റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനം, ആ ഉത്തരവ്
കോടതി അതിലൊരു തീരുമാനമെടുക്കും. എന്തായാലും അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ റാമിനെ അറസ്റ്റ് ചെയ്ത് നാളെ ചോദ്യം ചെയ്തതിനു ശേഷം നാളെ ഒരുപക്ഷെ തലശ്ശേരി കോടതിയിൽ തന്നെ ഹാജരാക്കാനാണ് സാധ്യത. ഏതായാലും SC/ST അതിക്രമ തടയൽ, അതോടൊപ്പം ആത്മഹത്യാ പ്രേരണ കുറ്റം, ഇങ്ങനെ ഗുരുതരമായ വകുപ്പുകൾ ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കണ്ണൂരിൽ തന്നെ റാം ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 101 ദിവസം ഒളിവിലായിരുന്നു. ആന്ധ്രാപ്രദേശിൽ ക്രൈംബ്രാഞ്ച് സംഘം പോയി, കണ്ടെത്താൻ സാധിച്ചില്ല. കർണാടകയിലെ പലയിടങ്ങളിലും പരിശോധന നടത്തി, കണ്ടെത്താൻ സാധിച്ചില്ല. ഒടുവിൽ കുടകിൽ നിന്നാണ് പിടികൂടുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ രൂപം മാറി, മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ആള് മാറിയ രീതിയിലായിരുന്നു എന്നൊക്കെയാണ് ക്രൈംബ്രാഞ്ച് സംഘം പറഞ്ഞത്. പക്ഷേ കോടതിയിൽ കീഴടങ്ങാൻ എത്തുമ്പോഴാണ് ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടിയെന്നൊക്കെ തരത്തിലുള്ള വാദങ്ങൾ ഈ പ്രതിഭാഗം അഭിഭാഷകൻ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും നാടകീയമായ രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം റാമുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ കോടതിയിൽ ഹാജരാക്കുമ്പോഴൊക്കെ ഉണ്ടായത്. ഇനി വളരെ സസൂക്ഷ്മം തന്നെ ഈ കേസിൽ ഇടപെടാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള നിയമോപദേശവുമായി മുന്നോട്ട് പോകുന്നത് റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നത് പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞതാണ്. അത് കോടതി അതിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് അത് വീഴ്ച സംഭവിച്ചു എന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിനിടയിലാണ് DYSP സുധീർ ഇത്തരത്തിലൊരു വിശദീകരണം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് വാക്കാൽ ബോധിപ്പിച്ചു എന്നതാണ്. വാക്കാൽ ബോധിപ്പിച്ച ശേഷമാണ് റാമിനെ അറസ്റ്റ് ചെയ്തതെന്നാണ്. പക്ഷെ അത് തൃപ്തികരമല്ലെങ്കിൽ DYSPക്കെതിരെ കടുത്ത നടപടിക്ക് തന്നെ ആയിരിക്കില്ലേ കോടതി ശുപാർശ ചെയ്യുക? തീർച്ചയായും നവമി, അത് തന്നെയാണ് കോടതി വ്യക്തമാക്കിയത്. മാത്രമല്ല, ഇത് ഹൈക്കോടതി നേരത്തെ തന്നെ ഇതിൽ ചോദ്യം ഉന്നയിച്ചിരുന്നു. എന്തുകൊണ്ട് ഈ വീഴ്ച പറ്റിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് ഉൾപ്പെടെ നേരത്തെ തന്നെ ഹൈക്കോടതി ചോദിച്ചതാണ്. പക്ഷെ ഇപ്പോഴും ഇദ്ദേഹം സർവീസിലുണ്ട്. ഇത്തരത്തിൽ ഈ കേസ് അന്വേഷണത്തിൽ നിന്നും മാറ്റപ്പെട്ടു അല്ലാതെ ഇപ്പോഴും ഇദ്ദേഹം സർവീസിൽ തന്നെയാണുള്ളത്. ഹൈക്കോടതി ഇത്തരത്തിൽ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആഭ്യന്തര വകുപ്പിന് വലിയ തോതിലുള്ള അതൃപ്തി ഈ സംഭവത്തിലുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഇതിലൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നേക്കാം. വൈകാതെ തന്നെ ആ കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഏറ്റവും പ്രധാനം ഈ കേസിലെ ഒന്നാം പ്രതി ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യുക എന്നതാണ്. അതിൽ കൂടുതൽ ഇയാൾക്ക് ഒളിവിൽ കഴിയാൻ ഈ ദിവസങ്ങളിലെല്ലാം സഹായിച്ച ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം കുടുംബം പ്രധാനമായും പറയുന്നത് ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ കൂടി ഈ കേസിൽ പ്രതിയേർക്കണമെന്നാണ്. നമ്മൾ പുറത്തുവിട്ട ആ ദൃശ്യം തന്നെ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും ഏറ്റവും അവസാനമായി നിതിൻ രാജ് ആത്മഹത്യ ചെയ്തതിന് 10 മിനിറ്റ് മുമ്പ് നടന്ന ആ ദൃശ്യം, ആ ദൃശ്യങ്ങളിലുള്ള അധ്യാപകർ ഉൾപ്പെടെയുള്ള 4ഓളം അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുക്കണമെന്ന ഒരാവശ്യം കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. അത് അക്കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഏതായാലും റാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരു പക്ഷേ റാമിനെ കസ്റ്റഡിയിൽ വാങ്ങിയേക്കാം. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് അത്തരം ആവശ്യം നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടാകാതെ റാം കോടതിയിൽ നിന്നും ഇത്തരത്തിൽ വെറുതെ വിടുന്ന ഒരു സാഹചര്യം, അവിടെ നിന്നും പോകുന്ന സമയത്ത് പിടിച്ചുകൊണ്ടുപോവുകയും പിന്നീട് നോട്ടീസ് നൽകുകയും, അങ്ങനെ ഒരുപാട് വീഴ്ചകൾ ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ വാക്കാൽ നൽകി, പക്ഷേ ഇതിൽ എഴുതാൻ മറന്നു എന്നാണ് പറയുന്നത്. അത്രത്തോളം ഉത്തരവാദിത്ത കുറവാണ് ഒരു ക്രൈംബ്രാഞ്ച് പോലുള്ള സംഘം. കാരണം ലോക്കൽ പോലീസ് ഇത് അന്വേഷിച്ച് ഈ കേസ് ഇത്തരത്തിൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യമാണ് ഇങ്ങനെ ഒരു ജീവനൊടുക്കാൻ കാരണം എന്ന തരത്തിലൊക്കെ ആക്കി തീർക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ എതിർപ്പുയർന്നതിനെ തുടർന്നാണ് ഇത്രയും ഗൗരവമുള്ള ക്രൈംബ്രാഞ്ചിനെ എന്ന ഏജൻസിയെ കൊണ്ടുവരുന്നത്. പക്ഷെ ക്രൈംബ്രാഞ്ച് ആകട്ടെ ഒരാളെ ഈ കേസിലെ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ആ മിനിമം മര്യാദ അത് വിട്ടുപോയി എന്നൊക്കെ പറയുക അത്ര നിസ്സാരമായാണ് ഈ കേസിനെ കൈകാര്യം ചെയ്യുന്നത് വേണം മനസ്സിലാക്കാൻ. ഏതായാലും പ്രോസിക്യൂഷൻ ഇത് സംബന്ധിച്ച് ഇക്കാര്യത്തിൽ വീഴ്ച പോലീസിന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് സമ്മതിച്ചിരിക്കുന്നു. ഏതായാലും കോടതിയുടെ ഇനി ഈ DYSPക്കെതിരെയുള്ള ഈ പരാമർശം, അതോടൊപ്പം റാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി നൽകുമോ, അതാണ് ഇനി ഏറ്റവും പ്രധാനം. അത് ഏതായാലും 3 മണിയോടുകൂടി തന്നെ കോടതിയിൽ നിന്നും ഇതിന് ഉത്തരവുണ്ടാവുമെന്നാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ശരി ബൈജു, നിതിൻ രാജിന്റെ മരണത്തിൽ മുഖ്യപ്രതിയായിട്ടുള്ള റാമിന്റെ അറസ്റ്റിൽ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നതിൽ 3 മണിയോടുകൂടി തീരുമാനമുണ്ടാകും. കോടതി 3 മണിക്ക് അതിന്റെ ഒരു ഉത്തരവ് വരികയും ചെയ്യും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കാസർഗോഡ് നിന്നും KV ബൈജു. MBBS വിദ്യാർത്ഥിനികളുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച വിദ്യാർത്ഥി പിടിയിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥി വയനാട് സ്വദേശി ആബേലാണ് പിടിയിലായത്.
13ഓളം സീനിയർ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് ആബേൽ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത്. കേസിൽ ആബേലിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ആബേലിനെതിരെ ചുമത്തിയതെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, എന്തിനാണ് ആബേൽ ഇങ്ങനെ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത്? അതോടൊപ്പം തന്നെ ഇത്രയും ഗുരുതരമായിട്ടൊരു കുറ്റം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് പോലീസ് നിസ്സാര വകുപ്പുകൾ ചുമത്തിയത്? എന്താണ് ഇതിലേക്ക് നയിച്ച സാഹചര്യം എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂവെന്നാണ് പോലീസ് നൽകുന്ന മൊഴി. പക്ഷേ ഗുരുതരമായ അനാസ്ഥ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് യുവതികൾ അടക്കമുള്ളവർ ചേർന്ന് ഇന്നലെ അർദ്ധരാത്രിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധം മാറിയത്. പ്രതിഷേധത്തിന്റെ സ്വഭാവം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 3ാം വർഷ MBBS വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരിക്കുന്ന ആബേൽ അഗസ്റ്റിൻ. വയനാട് കാക്കിവയൽ സ്വദേശിയാണ്. ആബേലിനെതിരെ ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകുകയും ആ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുകയും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയുമായിരുന്നു. പക്ഷേ ജാമ്യം ലഭിക്കാനിടയായ സാഹചര്യമാണ് മറ്റ് വിദ്യാർത്ഥികളെ ചൊടിപ്പിച്ചത്. അതായത് നിസ്സാര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. അതുകൊണ്ടാണ് ആബേലിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ വീണ്ടും പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത്. പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ട് പരാതി പറയാനെത്തിയ യുവതികളുടെ ദൃശ്യങ്ങൾ പോലീസ് പകർത്തിയെന്ന് ആരോപിച്ച് വീണ്ടും പ്രതിഷേധം കനക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിസരത്തുണ്ടായത്. നിലവിൽ ആബേൽ അഗസ്റ്റിനെതിരെ നേരത്തെ രജിസ്റ്റർ ചെയ്ത FIR-ന് പുറമെ മറ്റു ചില FIR-കൾ കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇതിൽ എത്ര വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം അതോടൊപ്പം മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് അവരുടെ ചിത്രങ്ങൾ പകർത്തി ആ ദൃശ്യങ്ങൾ മോർഫ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നാണ് FIR-ൽ പറയുന്നത്. ഇതിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. മറ്റെന്തെങ്കിലും പൂർവ്വവൈരാഗ്യം ഇവരോടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണോ, അതോ അതിനപ്പുറത്ത് ഇയാൾ എന്തെങ്കിലും ഒരു മാനസിക വൈകൃതം കാരണം ഇങ്ങനെ ചെയ്തതാണോ? ഇതിലാണ് ഒരു വ്യക്തത വരാനുള്ളത്. അതിൽ വിശദമായ അന്വേഷണം വേണ്ടിവരുമെന്നാണ് മെഡിക്കൽ കോളേജ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും വിശദമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കുറ്റക്കാരായവർക്കെതിരെ കർശനമായ നടപടി ഉറപ്പുവരുത്തുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഡാൻ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ ആബേലിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ ആബേലിനെ സംരക്ഷിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ളൊരു രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു വ്യക്തിയോ കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണോ ആബേൽ? കാരണം ഇത്രയും വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും പോലീസ് മറ്റ് നടപടികളിലേക്കൊന്നും കടക്കാതെയും ഒപ്പം ഈ പ്രതിഷേധത്തിന് എത്തിയ വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നത് അത് എന്തിനായിരിക്കും? അത് സംബന്ധിച്ച് നമുക്കും കൃത്യമായ ഒരു വിവരം ഇതുവരെ ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനെ ഒരു സംരക്ഷണം ലഭിച്ചത് എന്ന കാര്യത്തിൽ. പക്ഷേ സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിസരത്തുണ്ടായത്. ഇതോടെയാണ് പോലീസ് നടപടിയെടുക്കാൻ നിർബന്ധിതരാകുകയും അങ്ങനെ ഇയാളുടെ അറസ്റ്റ് അല്ലെങ്കിൽ കൂടുതൽ FIR-കൾ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഏതെങ്കിലും രാഷ്ട്രീയ സംരക്ഷണം ഇയാൾക്ക് ലഭിച്ചിരുന്നോ, ആ ബലത്തിലാണോ ഈ നടപടി ഇങ്ങനെ തുടർന്നത്? ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ പോലീസ് നൽകുന്ന സൂചനകൾ, പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടെ അനുസരിച്ച് നേരത്തെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള പരാതികൾ ആബേലിനെതിരെ ഉയർന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങളെ സംബന്ധിച്ചും പോലീസ് വിശദമായ പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ അതിന് കൃത്യമായ മറുപടി, അതായത് നിലവിലെ അന്വേഷണത്തിൽ എന്താണ് ആബേലിനെതിരായ കണ്ടെത്തലുകൾ, അല്ലെങ്കിൽ മുമ്പും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധനകൾ വേണ്ടിവരുമെന്ന് മാത്രമാണ് പോലീസ് നൽകുന്ന വിവരം. സീനിയർ വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ആബേൽ അഗസ്റ്റിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. MBBS വിദ്യാർത്ഥിനികളുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച വിദ്യാർത്ഥിയാണ് പിടിയിലായിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥി വയനാട് സ്വദേശി ആബേലാണ് പിടിയിലായത്. 13ഓളം വിദ്യാർത്ഥികളുടെ
ചിത്രങ്ങളാണ് ആബേൽ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത്. കേസിൽ ആബേലിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചിരിക്കുന്നത്. നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ആബേലിനെതിരെ ചുമത്തിയിരിക്കുന്നതെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. കൊല്ലം കടയ്ക്കലിൽ പോസ്റ്റ് ഓഫീസ് കുത്തിത്തുറന്ന് മോഷണം. രാവിലെ ഓഫീസ് തുറക്കാനെത്തിയ ജീവനക്കാരാണ് ജനൽ കമ്പി മുറിച്ച നിലയിൽ കാണുന്നത്. 1.25 ലക്ഷം രൂപയോളം ലോക്കറിൽ ഉണ്ടായിരുന്നതായാണ് വിവരം. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കടയ്ക്കൽ പോലീസ് സ്റ്റേഷന് 50 മീറ്റർ മാത്രം ദൂരത്താണ് ഈ പ്രധാന പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. വിശദാംശങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസിലാണ് ഇത്രയും വലിയൊരു മോഷണം നടന്നിരിക്കുന്നത്. പോലീസ് എന്താണ് പറയുന്നത്? പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചോ? തീർച്ചയായും ഈ സംഭവം വളരെ ഗൗരവമാണ്. കൊല്ലം കടക്കലിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. കടക്കൽ പോസ്റ്റ് ഓഫീസിലാണ്. പോസ്റ്റ് ഓഫീസിന്റെ ജനൽ കുത്തി തുറന്ന് മോഷ്ടാവ് അകത്ത് കയറുകയും ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 1.25 ലക്ഷം രൂപയോളം കവരുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചെ ജീവനക്കാരൻ എത്തുകയും ഓഫീസ് തുറന്നപ്പോഴാണ് ഇത്തരത്തിൽ സംഘമാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും തെളിവുകളൊക്കെ ശേഖരിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് പോലീസ് സ്റ്റേഷന്റെ ഒരു 50 മീറ്റർ ദൂരപരിധിയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മോഷണം നടന്നിരിക്കുന്നത്. വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. കാരണം രാത്രി കാലങ്ങളിൽ നൈറ്റ് പെട്രോളിംഗ് അടക്കം ശക്തമാക്കണമെന്ന് വലിയ രീതിയിലുള്ള ഒരു ആവശ്യം ഉയർന്നു വരുന്ന ഒരു സാഹചര്യവും പ്രദേശത്തുണ്ട്. നിരവധി മോഷണങ്ങൾ നടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് ഈ ആരാധനാലയങ്ങളും അങ്ങനെ ഈ ദേവാലയങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് 5 മോഷ്ടാക്കൾ പെരുകുന്ന ഒരു സാഹചര്യം. നിരവധി കേസുകളാണ് റൂറൽ ജില്ലാ പരിധിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. അത് പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തായിട്ട് നടന്ന സംഭവമാണ്. വലിയ രീതിയിലുള്ള ജനങ്ങളിൽ നിന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു. നൈറ്റ് പെട്രോളിംഗ് പോലെയുള്ള നൈറ്റ് പെട്രോളിംഗ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമാക്കണം. അതുപോലെ തന്നെ ഈ കുറ്റക്കാരെ കണ്ടെത്തണമെന്നുള്ള വലിയൊരു ആവശ്യം ഉയർന്നു വരുന്നത് നമുക്ക്. ശരി, പോസ്റ്റ് ഓഫീസ് കുത്തിത്തുറന്ന് നടത്തിയ മോഷണത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതിക്കായിട്ടുള്ള തിരച്ചിൽ തന്നെയാണ് പോലീസ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് അറസ്റ്റിൽ. രാവിലെ വീട്ടിൽ നിന്നാണ് PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. ഏത് നിമിഷവും തന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നും സർക്കാരിന്റെ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലെന്നും PS പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അറസ്റ്റിൽ കരുതലോടെയാണ് CPM നേതാക്കളുടെ പ്രതികരണം. A പത്മകുമാറിനും N വാസുവിനും ലഭിച്ച സംരക്ഷണം PS പ്രശാന്തിന് ലഭിച്ചേക്കില്ല. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് BV അരുണാണ് ചേരുന്നത്. അരുൺ, പ്രശാന്തിന്റെ അറസ്റ്റ് പ്രതീക്ഷിച്ചതായിരുന്നു, അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. എന്താണ് ഇതുവരെ ഈ മണിക്കൂറിൽ ഇതുവരെയും നടന്നിരിക്കുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ളയിലും അതിലുൾപ്പെട്ട നേതാക്കൾക്കെതിരെയും പാർട്ടി സ്വീകരിച്ച നടപടികൾ ശരിയായില്ല എന്ന് CPMന്റെ സംസ്ഥാന സമിതി തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. അതിലും കടന്ന വിമർശനമാണ് കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. CPMന്റെ കേന്ദ്ര കമ്മിറ്റി നേതൃത്വം പത്മകുമാറിന് നടപടി വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിട്ടും സംരക്ഷിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായെന്ന കടുത്ത വിമർശനമാണ് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുള്ളത്. ആ റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി അവതരിപ്പിക്കാനായി ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ തൊട്ട് മുമ്പാണ് ഇന്ന് PS പ്രശാന്ത് CPMന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നോമിനിയുടെ കസ്റ്റഡിയിലേക്ക് പോലീസ് നീങ്ങിയത്. ആ വാർത്ത വന്ന് തൊട്ടു പിന്നാലെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുകയായിരുന്നു. വളരെ ഗൗരവമുള്ള വിഷയമായി തന്നെ CPM ഇതിനെ കാണുന്നു. നേരത്തെ പത്മകുമാറിനെയും മറ്റും അറസ്റ്റ് ചെയ്യുമ്പോൾ പത്മകുമാറും വാസുവും നേരത്തെ അറസ്റ്റായ ദേവസ്വം ബോർഡ് നോമിനികളാണ്, CPMന്റെ പ്രസിഡന്റുമാരാണ്. ആ രണ്ടുപേർ അറസ്റ്റായപ്പോൾ സ്വീകരിച്ച നിലപാട് അല്ല CPM പ്രശാന്തിന്റെ കാലത്ത് സ്വീകരിക്കുന്ന സൂചനയാണ് തുടക്കത്തിൽ തന്നെ വന്നത്. ആദ്യ പ്രതികരണം നടത്തി EP ജയരാജൻ ഇത് രാഷ്ട്രീയ പ്രേരിതമെന്ന് മാത്രം പറഞ്ഞ് പാർട്ടി കൈകഴുകില്ല എന്നൊരു സൂചനയാണ് നൽകിയത്. അതേ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ഇടതുപക്ഷ ഗവൺമെൻറ്റിനൊന്നും മറച്ചു വെക്കാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അന്ന് വ്യക്തമാക്കിയതാണ്. അതിൻ്റെ നടപടിക്രമങ്ങളാണ് തുടരുന്നത്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളെ ഒരിക്കലും രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നത് ആർക്കും ഭൂഷണമല്ല. വസ്തുതാപരമായി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ വിലയിരുത്തി സത്യസന്ധമായി ഏത് നടപടികൾ സ്വീകരിക്കുന്നതിന് ഞങ്ങൾ ഒരിക്കലും എതിർത്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ.
കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് SIT നീക്കങ്ങളെ പലതും രാഷ്ട്രീയ പ്രേരിതമെന്ന് വിലയിരുത്തിയ CPM നേതൃത്വം ഇപ്പോൾ അങ്ങനെയല്ല, ഇതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരണം, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടെന്ന കടുത്ത നിലപാട് തന്നെ മാറുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. മുൻ മന്ത്രി VN വാസവന്റെ പ്രതികരണവും രാഷ്ട്രീയ പ്രേരിതമെന്നത് പ്രശാന്തിന്റെ ബോധ്യമായിരിക്കുമെന്ന മറുപടിയിൽ ഒതുങ്ങി. അന്വേഷണം നടക്കില്ല. അദ്ദേഹം രാഷ്ട്രീയ പ്രേരിതമായ നീക്കങ്ങൾ എന്ന നിലപാട് പലപ്പോഴും PS പ്രശാന്ത് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞല്ലേ. പാർട്ടിക്ക് അങ്ങനെ ഒരു നിലപാടില്ല. ഞാനിപ്പോഴല്ലേ പറഞ്ഞു, നമ്മൾ അന്നൊന്നും കള്ളതായിട്ട് നമ്മുടെ അറിവിലില്ല. ഇനി എന്തെങ്കിലും ഇവർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പരിശോധിച്ചിട്ട് പറയാം. കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് വന്ന നേതാവാണ് PS പ്രശാന്ത്. അതുകൊണ്ട് തന്നെ നേരത്തെ CPM നേതാക്കൾക്ക് നൽകിയ അല്ലെങ്കിൽ N വാസുവിനും പത്മകുമാർ നൽകിയ ഒരു പൂർണ്ണ പിന്തുണ ഈ വിഷയത്തിൽ CPM പ്രശാന്തിന് നൽകാൻ ഇടയില്ല. 2019 കൊള്ള മറച്ചുവെക്കാനാണ് 2025 ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയെന്ന വിലയിരുത്തലും നിഗമനവുമാണ് SITയുടേത്. അന്വേഷണത്തിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടി സ്വീകരിച്ചോട്ടെ നിലപാടാകും CPM സ്വീകരിക്കുക. ഏതായാലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരും. പ്രശാന്തിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കുക നിലപാടാകാം CPM സ്വീകരിക്കുന്നത്. ഇനിയും ശബരിമല വിഷയത്തിൽ പ്രതികളെ സംരക്ഷിച്ച് ഇതുവരെ ഉണ്ടാക്കിയ ഡാമേജിന് പ്രതിച്ഛാ നഷ്ടത്തിനും കൂടുതൽ നഷ്ടമുണ്ടാക്കാൻ CPM ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലാണ് മുൻ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാവിലെ വീട്ടിൽ നിന്നുമാണ് PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. ഏത് നിമിഷവും തന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നും സർക്കാരിന്റെ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലെന്നും പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും BB അരുൺ. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.